എല്ലാവർക്കും നമസ്കാരം. കാഴ്ച ടോക്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ലണ്ടൻ നഗരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനകം തന്നെ ഈ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ലണ്ടന്റെ ചില പ്രധാന സ്ഥലങ്ങളും അനുഭവങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലണ്ടനിലെ മറ്റൊരു ഭാഗം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ യാത്ര ആരംഭിക്കുന്നത് ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നഗരത്തിലെ ചില ചരിത്രപരവും പ്രശസ്തവുമായ സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇന്ന് നടക്കുന്നു. ഈ യാത്രയിൽ സ്പൈറ്റൽഫീൽഡ്സ് മാർക്കറ്റ്, ദ ഗെർക്കിൻ ബിൽഡിംഗ്, ലണ്ടൻ വാൾ, ടവർ ഓഫ് ലണ്ടൻ, ടവർ ബ്രിഡ്ജ്, ലണ്ടൻ ഐ, ഒടുവിൽ ബിഗ് ബെൻ എന്നിവയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചരിത്രവും ആധുനികതയും ഒരുമിച്ച് നിൽക്കുന്ന നഗരമാണ് ലണ്ടൻ. ഓരോ സ്ഥലത്തിനും പിന്നിൽ ഒരു പ്രത്യേക കഥയും ചരിത്രവുമുണ്ട്. അപ്പോൾ ലണ്ടൻ നഗരത്തിലെ ഈ യാത്ര കാഴ്ച ടോക്സിനൊപ്പം ആരംഭിക്കാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ലണ്ടൻ ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷനിലാണ്. 1876 തുറന്ന ഈ സ്റ്റേഷൻ ലണ്ടനിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇത് പ്രത്യേകിച്ച് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ലണ്ടനിലെ പ്രധാന ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ സ്റ്റേഷൻ ദിവസേന ലക്ഷക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. ഇവിടെ നിന്നാണ് നഗരത്തിനകത്തും പുറത്തും അനേകം ട്രെയിനുകളും അണ്ടർഗ്രൗണ്ട് സർവീസുകളും പുറപ്പെടുന്നത്. സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടൻ തന്നെ നമ്മൾ കണ്ട ഒരു പ്രത്യേക കാഴ്ച ശ്രദ്ധേയമായിരുന്നു. ഒരു കലാകാരി ഇവിടെ ഭരതനാട്യം അവതരിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയിലെ പുരാതന ക്ലാസിക്കൽ നൃത്തങ്ങളിലൊന്നായ ഭരതനാട്യം ലണ്ടനിലെ ഒരു പൊതുസ്ഥലത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ നഗരത്തിൻ്റെ ബഹുസാംസ്കാരിക സ്വഭാവത്തിൻ്റെ ഒരു മനോഹര ഉദാഹരണമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജീവിക്കുകയും അവരുടെ സംസ്കാരങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ഒരു പ്രത്യേക സ്മാരക ശില്പമാണ്. ഇത് കിൻഡർ ട്രാൻസ്പോർട്ട് മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. 1938 മുതൽ 1939 വരെ യൂറോപ്പിൽ നാസി ഭരണകാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവത്തെ സ്മരിക്കുന്നതിനാണ് ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ആ സമയത്ത് ജർമ്മനി ഉൾപ്പെടെയുള്ള നാസി അധീന പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജൂത കുട്ടികളെ രക്ഷപ്പെടുത്തി ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന രക്ഷാപ്രവർത്തനമാണ് കിൻഡർ ട്രാൻസ്പോർട്ട്. ഏകദേശം 10,000 കുട്ടികൾ ഈ പദ്ധതിയിലൂടെ സുരക്ഷിതമായി ബ്രിട്ടനിലേക്ക് എത്തിക്കപ്പെട്ടു. അവരുടെ ജീവിതം രക്ഷിച്ച ആ മനുഷ്യാവകാശ പ്രവർത്തനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ സ്മാരകം. ഇത് കാണുമ്പോൾ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന് മുൻപുള്ള യൂറോപ്യൻ ചരിത്രത്തിന്റെ ഒരു നിർണായക ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങി ലണ്ടൻ നഗരത്തിന്റെ വഴികളിലൂടെ നടക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടത്തെ ആർക്കിടെക്ചറിന്റെ വൈവിധ്യമാണ്. ഒരു വശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിക്ടോറിയൻ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ, മറ്റൊരു വശത്ത് അത്യാധുനിക ഗ്ലാസ് സ്കൈ സ്ക്രാപ്പറുകൾ. ഈ പഴയതും പുതിയതുമായ നിർമ്മിതികളുടെ സംയോജനം ലണ്ടൻ നഗരത്തിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. വഴിയരികിൽ കാണുന്ന ചെറിയ കഫേകളും റെസ്റ്റോറൻറ്റുകളും നഗരത്തിന്റെ സജീവമായ ജീവിതശൈലിയെ പ്രതിഫലിപ്പിക്കുന്നു. സ്പൈറ്റൽഫീൽഡ്സ് മാർക്കറ്റ് ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട മറ്റൊരു കൗതുകകരമായ കാഴ്ചയാണ് ആനകളുടെ ശില്പങ്ങൾ. ഇവ ലണ്ടനിൽ സംഘടിപ്പിക്കുന്ന എലിഫന്റ് പരേഡ് എന്ന കലാപദ്ധതിയുടെ ഭാഗമാണ്. ലോകമെമ്പാടുമുള്ള കലാകാരന്മാർ രൂപകൽപ്പന ചെയ്ത ഈ ആനശില്പങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടാറുണ്ട്. ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ആനകളുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഓൾഡ് സ്പൈറ്റൽഫീൽഡ്സ് മാർക്കറ്റിലാണ്. 17-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ മാർക്കറ്റ് ലണ്ടനിലെ ഏറ്റവും പഴക്കമുള്ള മാർക്കറ്റുകളിൽ ഒന്നാണ്. ഇവിടെ സാധാരണയായി ലഭിക്കുന്നത് കരകൗശല ഉൽപ്പന്നങ്ങൾ, കലാസൃഷ്ടികൾ, വിൻറ്റേജ് വസ്ത്രങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയ സമയം രാവിലെ ആയതിനാൽ മാർക്കറ്റ് ഇപ്പോഴും സജീവമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ശാന്തമായ അന്തരീക്ഷം കാണാൻ സാധിച്ചു. അടുത്തതായി നമ്മൾ കാണുന്നത് ലണ്ടന്റെ സ്കൈലൈൻ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന കെട്ടിടങ്ങളിലൊന്നായ ദ ഗെർക്കിനാണ്. ഇതിൻ്റെ ഔദ്യോഗിക പേര് 30 സെന്റ് മേരി ആക്സ് എന്നതാണ്. 2004 നിർമ്മിച്ച ഈ കെട്ടിടം പ്രശസ്ത ആർക്കിടെക്ട് നോർമാൻ ഫോസ്റ്ററാണ് രൂപകൽപ്പന ചെയ്തത്. ഗ്ലാസ് കൊണ്ടുള്ള വളഞ്ഞ രൂപകൽപ്പനയാണ് ഈ കെട്ടിടത്തിന്റെ പ്രധാന പ്രത്യേകത. ഈ ഡിസൈൻ കാരണം കെട്ടിടത്തിനുള്ളിൽ പ്രകൃതിദത്ത വായുപ്രവാഹം ലഭിക്കുകയും എനർജി ഉപയോഗം കുറയുകയും ചെയ്യുന്നു. ലണ്ടന്റെ സ്കൈലൈൻ പറയുമ്പോൾ ഈ കെട്ടിടം ഒഴിവാക്കാനാവില്ല.
അടുത്തതായി നമ്മൾ കാണുന്നത് ലണ്ടൻ വാളാണ്. ഇത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള റോമൻ കാലഘട്ടത്തിലെ മതിലിൻ്റെ അവശിഷ്ടങ്ങളാണ്. ക്രിസ്തുവർഷം 200 റോമാക്കാർ ഈ മതിൽ നിർമ്മിച്ചത് ലണ്ടൻ നഗരത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായാണ്. ആ സമയത്ത് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ലണ്ടീനിയം എന്ന പേരിലാണ്. ഇന്ന് ഈ മതിലിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്നാൽ അവ ലണ്ടൻ്റെ പുരാതന ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തുന്ന പ്രധാന സ്മാരകങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ടവർ ഓഫ് ലണ്ടനിലാണ്. 1078 വില്യം ദ കോൺക്വററാണ് ഈ കോട്ട നിർമ്മിച്ചത്. ഇത് ഒരു കാലത്ത് രാജകീയ കൊട്ടാരം, ജയിൽ, ആയുധശേഖരം, രാജകീയ നാണയശാല എന്നിവയായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന കോട്ടയാണ്. ഇവിടെ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ജുവൽസ് ആണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് റാവൻസ് എന്നറിയപ്പെടുന്ന കാക്കകൾ. ഒരു പഴയ വിശ്വാസമനുസരിച്ച് ഈ കാക്കകൾ ഇവിടെ നിന്ന് ഇല്ലാതായാൽ ബ്രിട്ടീഷ് രാജ്യം അപകടത്തിലാകും എന്നാണ് പറയപ്പെടുന്നത്. ടവർ ഓഫ് ലണ്ടന് സമീപത്താണ് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ പാലങ്ങളിലൊന്നായ ടവർ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നാണ് ടവർ ബ്രിഡ്ജ്. 1894 നിർമ്മിച്ച ഈ പാലം തേംസ് നദിക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പാലത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ബാസ്ക്യൂൾസ് മെക്കാനിസമാണ്. വലിയ കപ്പലുകൾ കടന്നു പോകുമ്പോൾ പാലത്തിൻ്റെ നടുവ് മുകളിലേക്ക് തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിക്ടോറിയൻ ഗോതിക് ശൈലിയിലുള്ള ടവറുകൾ ഈ പാലത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ടവർ ബ്രിഡ്ജ് ലണ്ടന്റെ പ്രതീകാത്മകമായ കാഴ്ചകളിൽ ഒന്നാണ്. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ലണ്ടൻ ഐയിലാണ്. ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ആധുനിക സഞ്ചാര ആകർഷണങ്ങളിലൊന്നാണ് ലണ്ടൻ ഐ. തേംസ് നദിയുടെ തെക്കൻ തീരത്ത് വെസ്റ്റ്മിനിസ്റ്റർ പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1999 നിർമ്മാണം പൂർത്തിയായ ഈ ഭീമൻ നിരീക്ഷണ ചക്രം 2000 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇത് നിർമ്മിച്ചത് മില്ലേനിയം ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഏകദേശം 135 മീറ്റർ ഉയരമുള്ള ലണ്ടൻ ഐ ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒബ്സർവേഷൻ വീലായിരുന്നു. ഇന്ന് പോലും യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ നിരീക്ഷണ ചക്രങ്ങളിലൊന്നായി ഇത് തുടരുന്നു. ലണ്ടൻ ഐയിൽ 32 ഗ്ലാസ് ക്യാപ്സ്യൂളുകൾ ഉണ്ട്. ഓരോ ക്യാപ്സ്യൂളും ഏകദേശം 25 പേര് വരെ ഉൾക്കൊള്ളാൻ കഴിയും. ഈ ക്യാപ്സ്യൂളുകൾ വളരെ മന്ദഗതിയിലാണ് ചുറ്റുന്നത്. അതുകൊണ്ട് യാത്രക്കാർക്ക് സുരക്ഷിതമായും സുഖകരമായും നഗര കാഴ്ചകൾ കാണാൻ കഴിയും. ഒരു പൂർണ്ണ ചുറ്റ് പൂർത്തിയാക്കാൻ ഏകദേശം 30 മിനിറ്റ് സമയമെടുക്കും. ഈ യാത്രയ്ക്കിടെ ലണ്ടനിലെ പ്രധാന സ്മാരകങ്ങൾ പലതും മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൽ ചിലത് ബിഗ് ബെൻ, ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, ബക്കിംഗ്ഹാം പാലസ്, ടവർ ബ്രിഡ്ജ്, സെൻറ്റ് പോൾ കത്തീഡ്രൽസ്. പ്രത്യേകിച്ച് സൂര്യാസ്തമയ സമയത്ത് ലണ്ടൻ ഐയിൽ നിന്ന് കാണുന്ന ലണ്ടൻ നഗരത്തിൻ്റെ കാഴ്ച അത്യന്തം മനോഹരമാണ്. ഇന്ന് ലണ്ടൻ ഐ ലണ്ടനിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. ലണ്ടൻ ഐ കഴിഞ്ഞ് നമ്മൾ തേംസ് നദിയുടെ തീരത്തുകൂടി നടന്നു. ലണ്ടനിലെ ഈ റിവർ സൈഡ് പ്രദേശം സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ലണ്ടൻ നഗരത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് തേംസ് റിവർ. ഏകദേശം 346 കിലോമീറ്റർ നീളമുള്ള ഈ നദി ഇംഗ്ലണ്ടിലെ പ്രധാന നദികളിൽ ഒന്നാണ്. പ്രാചീന കാലം മുതൽ തന്നെ തേംസ് നദി ലണ്ടൻ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. വ്യാപാരത്തിനും ഗതാഗതത്തിനും പ്രധാനമായൊരു ജലപാതയായി ഈ നദി പ്രവർത്തിച്ചിരുന്നു. റോമൻ കാലഘട്ടത്തിൽ തന്നെ ഈ നദിയുടെ കരയിൽ ലണ്ടീനിയം എന്ന നഗരം രൂപം കൊണ്ടതായാണ് ചരിത്രം പറയുന്നത്. ഇന്ന് തേംസ് നദി ലണ്ടന്റെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈ നദിയുടെ കരയിൽ ടവർ ബ്രിഡ്ജ്, ലണ്ടൻ ഐ, ഹൗസസ് ഓഫ് പാർലമെൻറ്റ്, ബിഗ് ബെൻ പോലുള്ള നിരവധി പ്രശസ്ത സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നദിക്കരയിലൂടെ നടക്കുന്നത് ലണ്ടൻ നഗരത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് കാണുന്ന നഗര കാഴ്ചകൾ വളരെ മനോഹരമാണ്. തേംസ് നദിയുടെ തീരത്ത് നടന്നു വരുമ്പോൾ അടുത്ത വലിയ സ്മാരകം കാണാൻ കഴിയും, ബിഗ് ബെൻ. ലോകം മുഴുവൻ അറിയുന്ന ഈ ടവർ ഔദ്യോഗികമായി എലിസബത്ത് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. ബിഗ് ബെൻ എന്ന പേര് ടവറിനുള്ളിലെ വലിയ ബെല്ലിനെയാണ് വിശേഷിപ്പിക്കുന്നത്. 1859 നിർമ്മിച്ച ഈ ടവർ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഭാഗമാണ്. ഇന്നും ലണ്ടൻ നഗരത്തിന്റെ ഐക്കോണിക് സ്മാരകങ്ങളിലൊന്നായി നിലകൊണ്ടിരിക്കുന്നു.
വൈകുന്നേരങ്ങളിൽ തേംസ് നദിയുടെ തീരത്ത് നിന്ന് ടവർ കാണുമ്പോൾ അതിൻ്റെ പ്രകാശം നദിയിൽ പ്രതിഫലിച്ച് അതിശയകരമായ കാഴ്ച ഒരുക്കുന്നു. ബിഗ് ബെൻ വെറും ഒരു ടവറല്ല, ലണ്ടൻ്റെ ചരിത്രം, സംസ്കാരം, സാംസ്കാരിക ഐഡന്റിറ്റി എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. ഇങ്ങനെ ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ മുതൽ ബിഗ് ബെൻ വരെ നീളുന്ന നമ്മുടെ ലണ്ടൻ നഗരത്തിലെ ഒരു ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. ചരിത്രവും സംസ്കാരവും ആധുനികതയും ഒരുമിച്ചുള്ള ഒരു നഗരമാണ് ലണ്ടൻ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കാഴ്ച ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.